മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി സ്ഥിരതയാർജിക്കുന്ന കാഴ്ചയാണ് ഈ വാരം കണ്ടത്. പ്രത്യേകിച്ചും നിഫ്റ്റി ശക്തമായി 8300-ന്റെ പരിസരങ്ങളിൽ നിൽക്കുന്നു. സെൻസെക്സ് 28,000 കിടക്കുന്ന കാഴ്ചയും കണ്ടു. പൊതുവെ എല്ലാം അനുകൂലമായി നിൽക്കുന്ന ഒരു അവസ്ഥ. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഈ കഴിഞ്ഞ ആഴ്ചയിലെ മുന്നേറ്റം ആഗോള വിപണികളിലും ഒരു നേട്ടത്തിന്റെ പാതയിലായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ടായത്. ഒപ്പം തന്നെ ഇവിടെ ഒരു റിസർവ് ബാങ്ക് റീപ്പോ നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരാവും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു. ഒരുപക്ഷെ വായ്പാ നയത്തിന് മുൻപ് തന്നെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അത് ഈ ഇപ്പോഴത്തെ വിപണി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞോ, അതോ ഇനിയും മുന്നേറ്റത്തിന് ലെഗ്സ് ബാക്കിയുണ്ടോ? ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം മാർക്കറ്റിൽ അങ്ങനെ റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു, ഓവറോൾ ഇക്കണോമിയും പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ എല്ലാ കമ്പനികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഹയർ എൻഡിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അത് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം, ടോട്ടൽ ഇക്കണോമിക് സിറ്റുവേഷൻ എല്ലാം അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്ന് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു RBI അടുത്ത അവലോകന യോഗത്തിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചും ഓട്ടോമൊബൈൽ, റിയാലിറ്റി, എല്ലാ ഓവറോൾ ഇക്കണോമിയെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവ് തന്നെയായിരിക്കും. ഗവൺമെൻറ് അങ്ങനെ ഒരു മെഷർ എടുക്കും എന്ന് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതൊരിക്കലും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ന്യൂസ് ആയിരിക്കാം ചിലപ്പോൾ 8500 ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് അതായിരിക്കും. എന്തായാലും കറണ്ട് ലെവലിൽ നിന്ന് ഒരു 100 to 150 പോയിന്റ് റൈഡ് കൂടി മാർക്കറ്റിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം ആസ് യൂഷ്വൽ ഒരു കറക്ഷനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നവംബർ ഡിസംബർ സീരീസിനുള്ളിൽ വീണ്ടും ഒരു ഷാർപ്പ് കറക്ഷൻ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. മറ്റൊന്ന്, ഞായറാഴ്ച നടക്കാനിരിക്കുന്ന നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുവരെ ഇപ്പോഴും വെളിച്ചത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും മനോഹർ പാരിക്കർ ഗോവ CM ആയിരിക്കും ഡിഫൻസ് മിനിസ്റ്റർ എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ, ഒരു അഴിച്ചുപണി, മന്ത്രിസഭ അഴിച്ചുപണി, മോഡിയുടെ ഒരു സ്റ്റാമ്പ് അതിൽ ഉണ്ടാവും. അപ്രതീക്ഷിതമായൊരു നീക്കമായിരുന്നു ഇത്. പഴയ പ്രതാപമൊന്നും അദ്ദേഹം പരിഗണിച്ചിട്ടില്ല എന്ന് വേണം. ഇപ്പോൾ മനോഹർ പാരിക്കർ ആണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അദ്ദേഹം ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടെ വെച്ച് പാർട്ടിയിലും ആധിപത്യമുണ്ടാക്കി, അഡ്മിനിസ്ട്രേഷനിലും കൃത്യമായ ദിശാബോധം കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു നീക്കത്തെ വിപണി എങ്ങനെയായിരിക്കും കാണുന്നത്? വിപണി വളരെ പോസിറ്റീവായിട്ട് കാണും. കാരണം ഇപ്പോഴും ഓവർലോഡഡ് ആണ് ഓരോ മിനിസ്റ്റേഴ്സും. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വെൽ സ്റ്റഡീഡ് ആണ്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൾ ഈ ഷഫ്ലിങ്ങോട് കൂടി തന്നെ എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ എത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതിന് മാർക്കറ്റ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പോർട്ട്ഫോളിയോ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഷഫ്ലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഏറ്റവും കൃത്യമായും വ്യക്തമായും നരേന്ദ്രമോദി ചെയ്യുമെന്ന് തന്നെയാണ് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത്. അത് മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഷഫ്ലിംഗ് കൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും മാർക്കറ്റിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും പൊതുവെ അനുകൂലമാണ്. മാർക്കറ്റ് അതിനെ പോസിറ്റീവായിട്ടാണ്. തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് കാണും. ഓക്കെ. മറ്റൊന്ന്, ഇനി സ്പെസിഫിക് ആയിട്ട് ചില ഓഹരികൾ. DLF, ദർബാരിലാൽ ഫൗണ്ടേഷൻ, രാജ്യത്തെ ഏറ്റവും വലിയ വിപണി മൂല്യം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന കമ്പനിയാണ് DLF. സെബിക്കെതിരായുള്ള അവരുടെ കേസ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവർക്ക് അനുകൂലമായി ഏകദേശം 1806 കോടി രൂപ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പിൻവലിക്കാൻ SAT അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് കാണുന്നത് റോബർട്ട് വദ്ര, അദ്ദേഹത്തിൻ്റെ പല കമ്പനികൾ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നു പോകുന്നു, അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്നു. അതുകൊണ്ട് ഈ ന്യൂസ് ടൈറ്റൻ ആവുകയാണോ DLFിൻ്റെ കാര്യത്തിൽ? അത് തിരിച്ചു വന്നു, സ്റ്റോക്ക് ഏകദേശം 130 രൂപയിലേക്ക് വന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അല്ല, അത് എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കാരണം ഏറ്റവും നല്ല പീരീഡിലൂടെ മാർക്കറ്റ് ചിലപ്പോൾ കടന്നു പോകാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. 2017-18 എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു ബുൾ റൈഡിൻ്റെ സമയത്ത് ഒരു PE പോലും കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ ഒരു കമ്പനിക്ക് സാധിക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. അതിലുപരി ഒരു ഹ്യൂജ് ഡെറ്റിൽ ഈ കമ്പനി കിടക്കുകയാണ്. അതാണ് ഈ DLFിനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. കുറേയധികം റിയൽ എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്നു എങ്കിലും ഫർദർ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അപ്പോൾ അതിന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ DLF ഫർദർ ഈ കറണ്ട് ലെവലിൽ നിന്നൊരു അപ്മൂവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കിൽ അഡ്വൈസബിൾ അല്ല. മറ്റൊരു കാര്യം,
പുതിയ IPOകൾ ഇപ്പോൾ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ആ സമയത്തുള്ള മാർക്കറ്റ് അനാലിസിസ് മുഴുവനും പുതിയ IPOകൾ ഇനി തുടർച്ചയായി വരും എന്ന തരത്തിലാണ്. പക്ഷേ IPOകളുടെ എണ്ണം അത്ര പ്രതീക്ഷാജനകമായ രീതിയിൽ ഉയർന്നു കാണുന്നില്ല. അല്ല, അതിനുള്ള സാഹചര്യം വരുന്നില്ലേ ഉള്ളൂ. മാർക്കറ്റ് ഒരു 9,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് പുതിയ ബഡ്ജറ്റ് വന്ന് എഗെയിൻ എനിക്ക് തോന്നുന്നു ഒരു മാർച്ചിന് ശേഷം 6 months കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ IPO വരാനുള്ള ഒരു സാഹചര്യമുള്ളൂ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴും റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ആക്റ്റീവായി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ടില്ല. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നു, ടോട്ടൽ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നു, റിയൽ എക്കണോമി ഗ്രോ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു, ആക്റ്റീവായി മാർക്കറ്റ് വളരെ ആക്റ്റീവ് ആവുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വാഭാവികമായിട്ടും പുതിയ IPO വരാനുള്ളൊരു സാധ്യത ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോഴും മാർക്കറ്റിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നതോ അതിൽ പഴയ ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ് ആവുന്നതോ വളരെ വളരെ കുറവാണ്. അപ്പോൾ ടോട്ടൽ ഒരു ചേഞ്ച് ആവശ്യമാണ്. ആ സമയത്ത് മാത്രമേ പുതിയ IPO വരികയുള്ളൂ. കാരണം ഇപ്പോഴും എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പുതിയ IPOയുടെ ആവശ്യമില്ല. കാരണം അത്ര നല്ല സ്റ്റോക്കുകൾ വളരെ ഫെയർ വാല്യൂവിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് അവരുടെ ഫോക്കസ് പോകാം. സനലിൻ്റെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ എക്കണോമിയിലൊരു ഗ്രോത്ത്, ടോട്ടൽ മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകുന്നു, മീഡിയ വളരെയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയതായി IPO വരാനുള്ളത്. പിന്നെ വാല്യുവേഷൻ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം IPO നടത്തുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഹയർ വാല്യുവേഷന് വേണ്ടിയിട്ടും. ഇത് ഈസി ആയിട്ട് ഇത് സെല്ല് ചെയ്ത് പോകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതും കാത്തിരിക്കുകയാണ്. ധാരാളം കമ്പനികളുണ്ടാവും. തീർച്ചയായിട്ടും വളരെയധികം കമ്പനികൾ കാത്തിരിക്കുകയാണ് ഈ ഒരു വിഷയം. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വലിയ ഒരു മുന്നേറ്റം IPO മാർക്കറ്റിൽ തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ വലിയ ഡെറ്റുള്ള കമ്പനികൾ അവരുടെ IPO വരാം. അങ്ങനെ പല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. വണ്ടർല വളരെ മികച്ച പ്രവർത്തന ഫലം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഇവിടെ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. കേരള ബേസ്ഡ് കമ്പനി ആണ്, ബാംഗ്ലൂരും വേരുകളുണ്ട്. എങ്ങനെയാണ് വിലയിരുത്തൽ? അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ്. നമ്മൾ ഇതിനു മുമ്പ് എനിക്കൊന്ന് വളരെയധികം ഡിസ്കസ് ചെയ്തതാണ്. അതിന് പ്രോഫിറ്റ് മാർജിൻ, ഇത്രയും നല്ല പ്രോഫിറ്റ് മാർജിനിൽ ഒരു കമ്പനി വളരെ കുറവാണ്. ഇനി അങ്ങോട്ട് വളരെയധികം സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. കാരണം ആ ഒരു ഇൻഡസ്ട്രിയും അതുപോലെ നിലനിൽക്കുന്നതാണ്. റണ്ണിങ് കോസ്റ്റ് കുറവാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പിന്നെ മാനേജ്മെൻറ്റ് വളരെ വ്യക്തമായ ക്ലാരിറ്റി ഉള്ളൊരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ V-Guardൻ്റെ ഒക്കെ ഹിസ്റ്ററി നമുക്കറിയാം. അതേ മാനേജ്മെൻറ്റ് ഇത് ഹാൻഡിൽ ചെയ്യുന്നു. യുവ സംരംഭകരുടെ കയ്യിലേക്ക് കമ്പനി വരുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇമ്മീഡിയറ്റ് ആ സ്റ്റോക്ക് ഒരു 500 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത്. പിന്നെ ഓവറോൾ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിൽ സംഭവിക്കാം. പക്ഷേ ഈ ഒരു കറക്ഷൻസ് ഒക്കെ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇപ്പോൾ V-Guardനെ നമുക്കറിയാം, ഒരു വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു 480-500 ലെവലിൽ 1000 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ വിലയിരുത്തിയതാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 1000 ലെവലിലേക്ക് അടുത്തേക്ക് എത്തി. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റോറിയാണ്. വളരെയധികം സ്പേസ് ഉണ്ട് ഈ സ്റ്റോക്കിന് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ. ഞാനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കാം. V-Guard ഈ 1000 അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബൈ നടത്താമോ? ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അഡ്വൈസബിൾ അല്ല. പക്ഷേ എന്നാലും V-Guard ഒരു ഫെയർ വാല്യൂലാണ് ഇപ്പോഴും. വളരെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്ക് 80 രൂപ മുതൽ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ ഞാൻ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണമെന്നാണ് പറയാം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു പോർഷൻ എടുത്ത് സെല്ല് ചെയ്യുക എന്നല്ലാതെ ഇതൊരു വലിയ സ്റ്റോറിയാണ് V-Guardനെ സംബന്ധിച്ചൊക്കെ തന്നെ. ഓരോ ഇയർ ഓൺ അല്ലെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ ഒരു സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രധാന റൈവലായ ഹാവൽസ് ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ സെയിൽസ് മോശമായി വരികയാണെങ്കിൽ അതിന്റെ എല്ലാം ഈറ്റ് ചെയ്യേണ്ടത് V-Guard ആയിരിക്കണം. കാരണം ക്രോംപ്ടണൊക്കെ കുറച്ച് മോശം രീതിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സാധ്യത കൂടുതലാണ്. പക്ഷേ ഹാവൽസിനെ ബീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം പുതിയ മാർക്കറ്റ് എന്തായാലും രണ്ട് ചോയ്സിൽ കുറച്ചുകൂടെ എനിക്കൊന്ന് ഹാവൽസൺ വാല്യുവേഷൻ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എനിക്കൊന്ന് വാല്യുവേഷൻ താഴെ നിൽക്കുന്നത് V-Guard ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേ സമയത്ത് ഹാവൽസ് എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി ഒരു ഗ്ലോബൽ കമ്പനി എന്നുള്ള രീതിയിലും FISന്റെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റോക്കും ബെറ്ററാണ്. എനിക്ക് തോന്നുന്നു ഈക്വലി ഗുഡാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒന്നും ആവശ്യമില്ല. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ് V-Guardനെ സംബന്ധിച്ച്. ഞാൻ മനസ്സിലാക്കുന്നത് കോയമ്പത്തൂരായി ഹാവൽസിന്റെ ഉടമസ്ഥൻ ഒരു 1-2 മാസം അദ്ദേഹം മാർക്കറ്റിൽ നിന്നും അല്പം വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡോസ്പിസിഷൻ മൂലം, അനാരോഗ്യം മൂലമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹമാണ് അവരുടെ ഏറ്റവും വലിയ പ്രചോദനം. ഇവിടെ V-Guardന്റെ കാര്യത്തിലും അതുതന്നെയാണ്.
അപ്പോൾ സെയിൽസിൽ ഒരല്പം ബ്ലിപ്പ് ഉണ്ടായതായിട്ട് അഭ്യൂഹങ്ങൾ പരകുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഈ ലാസ്റ്റ് റിസൾട്ടിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് തിരിച്ചു വരും. അതിനുള്ള മൂവാണ് ഇപ്പോൾ പുതിയ ആഡ്, പുതിയ ഒരു മാർക്കറ്റ് ഷെയർ പിടിക്കാനുള്ള മൂവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് അടുത്ത ക്വാർട്ടർ അല്ലെങ്കിൽ 2 ക്വാർട്ടറോട് കൂടി വളരെ ഷാർപ്പായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഇതിൽ വരാനുള്ള സാധ്യത. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഷെയർ ഇപ്പോഴും ഈ ഷെയർ ഇത്രയും ന്യൂസ് ഏകദേശം 3000 രൂപ. അതെ, ഇപ്പോഴും ആ സ്റ്റോക്കിലെ റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിലും വലിയ ഫോളൊന്നും മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. ആ സ്റ്റോക്ക് ഒരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. ഹാവൽസിനെ സംബന്ധിച്ച് ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. അങ്ങനെ തന്നെ TTK പ്രസ്റ്റീജ് ഇതൊക്കെ തന്നെ ഇന്ത്യ വലിയൊരു കൺസ്യൂമർ ഗ്രൂപ്പാണ്. എപ്പോഴും ഞാൻ അതാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പനിയെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ് തന്നെയാണ്. എന്തും ഏത് തരത്തിലുള്ള ഒരു കൺസംഷൻ സ്റ്റോറി ആയതുകൊണ്ട് അതെല്ലാം എടുത്തു പോയിക്കോളും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. TTK പ്രസ്റ്റീജ് ഒക്കെ വളരെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വലിയ ഉയരങ്ങളിലേക്ക് പോയ സ്റ്റോക്കാണ്. ഇനിയും സ്പേസ് കൂടുതലുണ്ട്. അല്ല, ഈ ഹോക്കിൻസ്, TTK പ്രസ്റ്റീജ്, ഹാവൽസ്, വീഗാർഡ് ഇതൊക്കെ ഒരേ കാറ്റഗറിയാണ്. ഇതൊക്കെ ഒരു ഗ്രോത്ത് സ്റ്റോറി തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ഇതിന്റെ പാർട്ടായി മാറി അതെ. പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതാണ് ആ ഒരു ബിസിനസ്, നമ്മളുടെ ബിസിനസ് അതിന്റെ ഒരു പാർട്ടാകുക എന്നുള്ള സ്റ്റോറി ഇങ്ങനെയുള്ള സ്റ്റോക്കിനെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവ്. പക്ഷെ ഇതൊന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊരു ബിസിനസിന്റെ പാർട്ടാകുകയാണ്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതെന്തോ പറ്റാത്ത കാര്യമാണ്, ഇതെന്തോ ഇല്ലീഗലാണെന്നുള്ളൊരു ഫീല് വളരെയധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സ്പെക്കുലേഷൻ, ഇല്ലിക്വിഡായിട്ടുള്ള സ്റ്റോക്കുകൾ, അതിനകത്ത് പല ഫ്രോഡും നടക്കുന്നുണ്ട്. അത് ഒരു മനുഷ്യനെ എടുത്താൽ തന്നെ നല്ലൊരു ഫ്രോഡിന്റെ ശതമാനക്കണക്ക് എടുത്തു കഴിഞ്ഞാൽ ആഗോള തലത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഒന്ന് ഇന്ത്യയാണ്. കാരണം കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ്, സ്ട്രിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കോംപ്ലയൻസ് പെർഫെക്റ്റ് ആണ്. ഒരു ബ്രോക്കിംഗ് ഫേമും ഇപ്പോൾ തട്ടിപ്പ് കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സനൽ അടുത്തൊരു 2-3 വർഷത്തിൽ കുറെ കൂടി മെച്ചുവേർഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പോൾ നമ്മളൊരിക്കലും ഒരു ബ്രോക്കിംഗ് ഹൗസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് പറയുകയല്ല, കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം. കാരണം ഏറ്റവും നല്ല റിട്ടേൺ നല്ല കമ്പനികളാണ് നൽകാൻ സാധ്യത. അതിൻ്റെ സ്റ്റോറി നമ്മുടെ മുന്നിൽ വീഗാർഡാണ്, TTK പ്രസ്റ്റീജ്, എത്രയോ കമ്പനികൾ, നമ്മുടെ ഫോഴ്സ് മോട്ടോഴ്സും ഒക്കെ നമ്മുടെ എക്സാമ്പിളാണ്. ഗുജറാത്തിലൊക്കെ ഇപ്പോൾ അമിത്ഷായുടെ കാര്യം പറഞ്ഞു, BJP പ്രസിഡന്റ്, അദ്ദേഹം ഒരു കാലത്ത് സ്റ്റോക്ക് ബ്രോക്കിംഗിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ബ്ലൂ ചിപ്പുകളുടെ ഒരു പരമ്പരയാണെന്ന് ഞാൻ ഈ ഒരു പുസ്തകത്തിൽ വായിച്ചു. അപ്പോൾ ഇവരെല്ലാവരും, ഗുജറാത്തിലെല്ലാവരും ഇതൊരു ഹാബിറ്റാണ്. അവർ ഹോൾഡ് ചെയ്യുന്നു, നല്ല കമ്പനികൾ വാങ്ങി ഹോൾഡ് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിൽ പക്ഷേ പെട്ടെന്ന് ക്വിക്ക് ബക്സ് ഉണ്ടാക്കാനുള്ള ആവേശത്തിൽ ആളുകൾ ഇത് മേടിച്ചിട്ട് അത് താഴെ പോകുമ്പോൾ അയ്യോ ഇത് തട്ടിപ്പാണ് എന്നും പറയുന്നു. അല്ല, വേൾഡിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ലിസ്റ്റ് എടുത്താൽ അതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണ്. എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആണ്. മൈക്രോസോഫ്റ്റ് എടുത്താൽ എന്തിന്, നമ്മുടെ മുന്നിൽ ഇൻഫോസിസ്, വിപ്രോ, എത്രയോ സ്റ്റോറിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല? ഇപ്പോഴും ഈ 1% എന്തുകൊണ്ടാണെന്ന് കേരളത്തിൽ മാത്രമേ, കാരണം ഒരു ക്വിക്ക് ബക്സ് ഉണ്ടാക്കാനുള്ള ഒരു ഗ്രീഡ് വളരെയധികം അതാണെന്ന് തോന്നുന്നു. സംശയങ്ങൾ നോക്കിയില്ല. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് GK മേനോൻ, അദ്ദേഹത്തിൻ്റെ ചോദ്യം. 15 വർഷമായി മാർക്കറ്റിലുള്ള ആളാണ്. 15 വർഷത്തേക്ക് അദ്ദേഹം പുതിയ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കും വിൽക്കുന്നില്ല, ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവയും വിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് സ്റ്റോക്കുകൾ, ഈ പരമ്പരയിൽ കുറച്ച് സ്റ്റോക്കുകൾ അദ്ദേഹത്തിന് ഓൾറെഡി ഉണ്ട്. കൂടുതൽ സ്റ്റോക്കുകൾ അദ്ദേഹം 1-2 എണ്ണം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ട്, എസ്കോർട്സ് ഉണ്ട്, ടാറ്റ ഗ്ലോബൽ, റാലീസ്, ടെക്സ്മാക്കോ, ഫെഡറൽ ബാങ്ക്, നേരത്തെ ഡിസ്കസ് ചെയ്ത ഹാവൽസും വണ്ടർലയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഒഴിവാക്കി ബാക്കി സ്റ്റോക്കുകൾ പറഞ്ഞാൽ മതി. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. എനിക്ക് തോന്നുന്നത് ഹാവൽസ് ആണെങ്കിലും വണ്ടർല അദ്ദേഹം പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് നമ്മൾ പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പറയുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് 620 and 600 രണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. 700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എസ്കോർട്സ് ആണ്. എസ്കോർട്സ് റിസൾട്ട് മോശമായിരുന്നു, അതുകൊണ്ട് ആ സ്റ്റോക്ക് ഇപ്പോഴും 155 ലെവലിൽ മൂവ് ചെയ്യുന്നത്. അടുത്തൊരു കറക്ഷൻ, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. 150 and 135. 135 വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നവംബർ ഡിസംബറിൽ ചിലപ്പോൾ 135 ലെവലിലേക്ക് വരാം. എന്നാൽ അത് പ്രതീക്ഷിക്കേണ്ട. 150 ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ലെവൽ ബൈങ് തന്നെയാണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ എസ്കോർട്സിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. റിസൾട്ട് കുറച്ച് മോശമായിരുന്നു, അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൽ നമ്മളിപ്പോൾ കണ്ടത്. ദെൻ ടാറ്റ ഗ്ലോബൽ വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ പരിഗണിക്കാം, വാല്യുവേഷൻ ഫെയർ ആണ്. 150 and 140 ലെവൽ സേഫ് ആയിട്ടുള്ള രണ്ട് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 175 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ റാലീസ് ആണ്, ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 210,
184 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 250 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടെക്സ്മാക്കോ സൗണ്ടാണ് 40 and 32 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 40 ലെവൽ ഒരു സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. ദെൻ 48 സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഫെഡറൽ ബാങ്ക് ആണ് 136 and 120. എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ലെവൽ 136 and 120 ലെവൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവലാണ്. 160 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ മാർക്കറ്റിൽ അനദർ ചെറിയൊരു റൈഡ് കൂടി മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതിനുശേഷം വീണ്ടും നോർമൽ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. കുറച്ചുകൂടെ ഫ്രഷായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. വീണ്ടും മാർക്കറ്റിൽ ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് 2 weeks ബാക്ക് വന്നതുപോലെ ഒരു ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, ചുറ്റും നെഗറ്റീവ് ന്യൂസുകളായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫിയർ ആയിരിക്കും ഈ സ്റ്റോക്ക് മേടിക്കാനായിട്ട്. അത് മാറ്റി ഇങ്ങനെയുള്ള കറക്ഷൻ വരും ഇപ്പോഴേ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ആ ഒരു സമയം വരുമ്പോൾ കണ്ണടച്ച് മേടിക്കുക. അതാണ് എപ്പോഴും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു, എസ്കോട്ട്സ് 620 600 വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ന്യൂസുകൾ നോക്കേണ്ട, ഈ സ്റ്റോക്കിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ മാത്രം ഫോക്കസ് ചെയ്യുക, ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാ നിക്ഷേപകരും എടുക്കേണ്ടത്. നമ്മൾ എല്ലാ ന്യൂസും എല്ലാം ബെറ്ററായി വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും പീക്കിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്ക് ഓരോ കറക്ഷനും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. അടുത്തൊരു മാർച്ചോടുകൂടി ചിലപ്പോൾ 9000 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുള്ള, നിഫ്റ്റി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ 9000 പറയുന്ന സമയത്ത് തന്നെ അത് ഒറ്റ സ്ട്രെച്ചിൽ പോകാനുള്ള സാധ്യതയില്ല. മാർക്കറ്റിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാണ്, അതിൻ്റെ ചാർട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഓരോ അപ്സ് ആൻഡ് ഡൗൺസ് മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കും. ഡൗൺ സൈഡ് അറസ്റ്റ് ചെയ്തു പോകും, അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും, എപ്പോഴും സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു 15 years ടൈം ഫ്രെയിമിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഇക്കണോമി പരിശോധിക്കുമ്പോൾ അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു 15 yearsലുപരി എനിക്ക് തോന്നുന്നൊരു 10 years ആയിരിക്കും ഏറ്റവും നല്ലൊരു ടൈം ഫ്രെയിം. അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 10 yearsനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു മൾട്ടി ഫോൾഡ് റിട്ടേൺ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തരാനുള്ള സാധ്യത കൂടുതലാണ്. സ്വർണം തുടർച്ചയായി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അല്പം കൂടി താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് പൊതുവെ ഈ മേഖലയിലുള്ള ഗ്ലോബൽ അനലിസ്റ്റുകൾ തന്നെ പറയുന്നത്. കാരണം സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, ഓഹരി വിപണികളിൽ, അമേരിക്കൻ ഓഹരി വിപണികളിലെല്ലാം മുന്നേറ്റം തുടർന്നു. അതിനെക്കുറിച്ച് കാര്യമായ ആർക്കും തർക്കമില്ല എന്ന രീതിയിലാണ് പോകുന്നത്. എനിവേ, അങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ധാരാളം സ്വർണ്ണ കമ്പനികളുണ്ട്. PC ജ്വല്ലറി, അല്ലെങ്കിൽ ത്രിഭുവൻദാസ് ഭീംസിംഗ് ജാവേരി ജ്വല്ലറി, അതുപോലെ തന്നെ ടൈറ്റാൻ, ഇത്തരം കമ്പനികൾ, ഇവർക്ക് ഇവരുടെ ഒരു അല്ല, ഈ ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ടൈറ്റാൻ എടുത്താലും ഡിസ്കൗണ്ട് 350 345 ലെവൽ വന്നാൽ ടൈറ്റാൻ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ കമ്പനികളൊക്കെ തന്നെ ഈ ന്യൂസ് ഡിസ്കൗണ്ട് ചെയ്ത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഫ്യൂച്ചറാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഈ ഗോൾഡ് താഴെ വന്നാലും കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, റിക്കവറി സംഭവിക്കും. അല്ല, അവിടെ ചോദ്യം ഒരുപക്ഷെ ഈ സ്വർണം, ഇവർ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ സ്വർണം ഇവരുടെ ഷോപ്പുകളിൽ ഇരിക്കുകയാണെങ്കിൽ ആ താഴേക്ക് വരുമ്പോൾ പ്രൈസിൽ അവർക്ക് നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ചോദ്യം. അതില്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവർ എൻജോയ് ചെയ്ത കുറേ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഈ കുറയുന്നൊരു ടെൻഡൻസിയിൽ സ്റ്റോക്ക് വയ്ക്കുന്നത് വളരെ എല്ലാ ജ്വല്ലറികളും കുറച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ലോസിലേക്കൊന്നും, ഇപ്പോൾ ടൈറ്റാൻ പോലെയൊക്കെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരത് എഫക്റ്റീവായി മാനേജ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞു. അടുത്ത കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ്, എസ്പെഷ്യലി ടൈറ്റാൻ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്. 340 ജ്വല്ലറികളുണ്ട്, തങ്കമയിൽ ജ്വല്ലറി ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച TBS ഉണ്ട്. ഇത്തരം കമ്പനികൾ, ഈ ടൈറ്റാൻ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും മാറ്റി നിർത്താം. കാരണം ടൈറ്റാനിൽ വാച്ചസ്, മറ്റു പല കാര്യങ്ങൾ വരുന്നുണ്ട്. ബാക്കി സ്റ്റോക്കുകളിൽ ഇപ്പോൾ PC ജ്വല്ലറി അങ്ങനെയുള്ള സ്റ്റോക്കുകൾ, TBS ഒന്നും ഞാനൊരു ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസ് ചെയ്യില്ല. അതില്ല. പക്ഷെ അതിൽ കുറച്ചും കൂടെ ഒരു സിംഗിൾ ബിസിനസ്സിൽ നിൽക്കുന്നതിലുപരി എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റാൻ പോലെയുള്ള സ്റ്റോക്കിലേക്ക് നോക്കുന്നതല്ല. അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ ഗോൾഡ് ലോൺ കമ്പനികൾ, മണപ്പുറം ഉണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് ഉണ്ട്, മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ കമ്പനിയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇവയുള്ള നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്തായാലും, കാരണം കേരളത്തിൽ ധാരാളം പേരുണ്ട്. ഫോർ ടൈം ബീയിങ് അതിന്റെ ചാം നഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാത്തത്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് തന്നെ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഈ കമ്പനികളിലൊന്നും ഫ്രഷ് ആയുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയാണെങ്കിലും അഡ്വൈസബിൾ അല്ല. ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഹോൾഡ് ചെയ്യുന്ന വെച്ച് ഹോൾഡ് ചെയ്യുക. സ്റ്റോക്ക് എക്സിറ്റ് ചെയ്ത് വേറെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഈ സ്റ്റോക്കുകളിൽ
അഡ്വൈസബിൾ അല്ല. മുത്തൂറ്റ് ഫിനാൻസിന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നതൊന്നും നല്ല മികച്ച റിസൾട്ടാണ്. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ മുത്തൂറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി നല്ലതാണ്. റിസൾട്ട് എല്ലാം നല്ലതാണ്. ഇതിന്റെ ചാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൂവ് പഴയതുപോലെ, ഇതൊക്കെ ഒരു സ്പെക്കുലേഷൻ ആണല്ലോ. ആ ചാം നഷ്ടപ്പെടുമ്പോൾ ഇതിന്റെ മൂവ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മൂവ് കുറയും, പ്രോഫിറ്റ് അതുപോലെ ഫസ്റ്റ് ചെയ്യും. ക്യാപ്ഡായി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്യുന്നു. ഞാൻ സെല്ല് ചെയ്യണ്ടെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുക, പഴയതുപോലെയുള്ള ഒരു വൺ സൈഡ് റൈഡ് പ്രതീക്ഷിക്കേണ്ട. വ്യക്തമാണ്. നന്ദി ഭുവനേന്ദ്രൻ. എന്തായാലും മാർക്കറ്റ് ശക്തമായ നിലയിൽ തന്നെ നിൽക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കണ്ടുവരുന്ന പ്രവണത, മികച്ച സ്റ്റോക്കുകൾ, മികച്ച കമ്പനികൾ മികച്ച സ്റ്റോക്കുകൾ ആവണമെന്നില്ല, പക്ഷേ മികച്ച സ്റ്റോക്കുകൾ അതിൽ ഉള്ള മുന്നേറ്റം തുടരുന്നു. വലിയ കടക്കിണിയിലായ JP അല്ലെങ്കിൽ വിജയ് മല്യയുടെ കമ്പനി, ഇത്തരം കമ്പനികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനേജീരിയൽ പ്രശ്നങ്ങൾ നേരിട്ട DLF പോലെയുള്ള കമ്പനികൾ, ഇത്തരം കമ്പനികളെ മാർക്കറ്റ് അതിനിശിതമായി പണിഷ് ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്റ്റോക്കിൽ വേണം എൻട്രി നടത്താൻ. തല്ലിപ്പൊളി സ്റ്റോക്കുകൾക്ക് ഇനി സ്കോപ്പില്ല എന്നത് ഓരോ നിക്ഷേപകനും മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.